ഹലോ, ഞാൻ കുറേ നാളായി സ്മിതൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ട്. പക്ഷേ അതിന് ശേഷം ഞാനത് റിവ്യൂ ചെയ്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുവാണ്. ഞാനപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് വാങ്ങിച്ചത്. ഞാൻ 2 പാക്കേജായിട്ടാണ് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. പക്ഷെ ഞാനത് ഒറ്റയടിക്കാണ് ഹോൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പം ഞാൻ പ്ലമ്മിൻ്റെ 2 സെറം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സെറം എൻ്റെ അടുത്ത് മിസ്സായി. ഇപ്പോൾ അതിലൊരു സെറമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു മാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ഫേസ് വാഷാണ്, വാട്ടർമെലൺ ഫേസ് വാഷാണ്. അത് നല്ലൊരു ഫേസ് വാഷാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരെണ്ണം നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറാണ്. അതിൻ്റെ എല്ലാം ട്രയൽ പാക്കാട്ടോ. പിന്നെ റെനയുടെ ഒരു സ്പ്രേ എനിക്ക് ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ബോഡി പ്ലമ്മിൻ്റെ ഒരു ബാത്താണ്, ബോഡി ബാത്താണ്. പിന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഹൈഡ്രേറ്റഡ് കീയാണ്. പിന്നെ മോളാട്ടോ ഇവിടെ വെച്ചെടുക്കണേ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പ്ലമ്മിൻ്റെ ഇത്. പിന്നെ ഒരു ലിപ് ടിൻ്റാണ്. 2 ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. പിന്നെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ഒന്നും കൂടെ. പിന്നെ പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് വാനിലയുടെ. പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ട്രയൽ പാക്കാണ് ഞാൻ നോക്കിയത്. പിന്നെ പ്ലമ്മിൻ്റെ അത് തന്നെ ഞാനിപ്പോൾ ഒന്നുകൂടി ചെയ്യാണ്. പ്ലമ്മിൻ്റെ എന്താ പറയുക, ബോഡി ബാത്താണ്. നല്ലതാണ്, നല്ല റിഫ്രഷിങ് സ്മെല്ലാട്ടോ ഇത്. നല്ലൊരു സാധനമാണ്. പിന്നെ മാസ്ക് ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ചെയ്യാമെന്ന് വെച്ച് നിൽക്കുകയാണ്. പിന്നെ റെനയുടെ സ്പ്രേ ആണ്. ഇതും നല്ല ഒരു സ്മെല്ലാട്ടോ, അത്യാവശ്യം കൊള്ളാം. പിന്നെ ലിപ് ടിൻ്റ് ഇത് നല്ല ഡ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഈ പിഗ്മെൻറ്റും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ പിഗ്മെൻറ്റ് നല്ലതാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് വാനില ഫ്ലേവേർഡാണ്. പിന്നെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, മേക്കപ്പ് ഫിക്സർ. പിന്നെ ഫേസ് വാഷ് സിമ്പിളിൻ്റെ അത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലെല്ലാം കൊടുക്കുന്നതെന്നാണ്, ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അടുത്തത് ഡോട്ട് ആൻഡ് കീൻ്റെ ആണ്. പിന്നെ ഇത് നിങ്ങൾക്ക് സെറ്റാഫിലിനെ കുറിച്ചൊക്കെ ഒന്നും പറയണ്ട. ഡോട്ട് ആൻഡ് കീൻ്റെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോട്ട് ആൻഡ് കീൻ്റെ പ്രൊഡക്ട്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ വേറെ ഒരെണ്ണം, ഇത് ഫ്രൂട്ടി സ്മെല്ലാണ്. എനിക്ക് വാനില ആട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ പ്ലമ്മിൻ്റെ ഈ സെറം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്നിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് വലിയ പാക്ക് വാങ്ങിച്ച് കളയണേക്കാളും ഭേദം ചെറിയൊരു പാക്ക് വാങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മിതൻ നമുക്ക് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ.